ചെറിയ തമ്പ്രാൻ പറഞ്ഞു, വലിയ തമ്പ്രാൻ അതങ്ങ് അനുസരിച്ചു. ചെറിയ തമ്പ്രാൻ എന്തോ എവിടെയോ ആവും. വലിയ തമ്പ്രാൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. എല്ലാവരെയും കാല് പിടിക്കേണ്ട ഗതികേട്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കൂ. ഹോർമൂസ് കടലിടുക്കിലൂടെ പഴയതുപോലെ നമുക്ക് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഒന്നിച്ചു പോയി യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിക്കുകയാണ്. എന്നാലോ ആരും ഈ വിളി സ്വീകരിക്കുന്നില്ല. താനും എന്തേ വലിയ തമ്പ്ര, താനിച്ചങ്ങ് പോയി യുദ്ധം ചെയ്യാൻ പാടില്ലേ? ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ധൈര്യമില്ലേ? എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് എന്ന വാദമാണല്ലോ നടത്താറുള്ളത്. എടുത്ത് ചാടുമ്പോൾ നോക്കണമായിരുന്നു. ഒരു രാജ്യത്ത് ചെന്ന്, ഇറാനാവട്ടെ ഫലസ്തീനാവട്ടെ, എല്ലാ രാജ്യത്തിനും അതിൻ്റേതായ നിയമവ്യവസ്ഥകൾ ഉണ്ട്. ഇറാനിൽ അതിൻ്റേതായ നിയമവ്യവസ്ഥകൾ ഉണ്ട്. ആ നിയമവ്യവസ്ഥകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന നിയമ നടപടിക്രമങ്ങൾ ആ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന ധാർഷ്ട്യത്തോടുകൂടെ കടന്നുകയറ്റം നടത്തിയിട്ട് അമേരിക്കയും ഇസ്രായേലും അവിടെ തരിപ്പണമാക്കുന്നു, അവിടെ ആക്രമിച്ചുകൊണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഇതല്ലേ യഥാർത്ഥത്തിൽ തീവ്രവാദം? ഒരു രാജ്യത്തിന് അതിൻ്റേതായ സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം പാടെ തകർക്കുകയാണ്. ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ആ രാജ്യം മുന്നോട്ട് പോകണം, അവർക്കോ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞുള്ള കടന്നുകയറ്റമല്ലേ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും യഥാർത്ഥത്തിലുള്ള ഈ കടന്നുകയറ്റമല്ലേ തീവ്രവാദം? പക്ഷേ അതിനെ തീവ്രവാദം എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് വകുപ്പില്ല. തീവ്രവാദം എന്ന് പറയാൻ പാടില്ല. കാരണം എന്തേ? അമേരിക്കയുടെ രാജാവിന്, വലിയ തമ്പ്രാന് താടിയില്ലല്ലോ, തലപ്പാവില്ലല്ലോ. അതുകൊണ്ട് തീവ്രവാദം എന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ കുറ്റക്കാരനാകും. രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നവൻ തീവ്രവാദിയും, രാജ്യത്തെ നശിപ്പിക്കാൻ വരുന്നവൻ അവൻ പുണ്യാളനും, അവൻ സത്യവിശ്വാസിയും, അവൻ ന്യായാധിപനുമാണ്. ഇതെന്തൊരവസ്ഥയാണ്! ഇതെന്തൊരു ദുർവിധിയാണ്!